ക്രൈസ്റ്റിന്റെ നല്ലൊരു ഇത് മരത്തിൽ കൊത്തണമെങ്കിൽ എത്ര കഷ്ടപ്പാടാണ്, ടൈം എടുക്കും. CNC കട്ടിങ് നമ്മൾ വീട് പണിയുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരാണ് CNC കട്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമുക്ക് വീടിന്റെ ആവശ്യമുള്ള എക്സ്റ്റീരിയർ, ഇന്റീരിയർ, വുഡൻ കാർവിങ്, അതുപോലെ തന്നെ PVC കട്ടിങ്, മെറ്റൽ കട്ടിങ്, ജാളി വർക്ക് എന്നിങ്ങനെ CNC കട്ടിങ്ങിന്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. ഇത്തരം കട്ടിങ് ചെയ്യുന്ന കൊച്ചിയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്, മേക്കർ. നമുക്ക് ഈ മേക്കർ എന്ന സ്ഥാപനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവാം. മേക്കർ എന്താണ് ഈ മേക്കറിൽ എന്തെല്ലാം ഐറ്റംസ്? നമ്മുടെ ഈ മെറ്റല് തൊട്ടിട്ട് സ്റ്റോൺ വരെ ചെയ്യുന്ന CNC കട്ടിങ് നിങ്ങൾ എന്തെല്ലാം സർവീസ്? മൾട്ടിവുഡ്, MDF, പ്ലൈവുഡ് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ കൂടെ തന്നെ നമ്മൾ മെറ്റല് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മെറ്റൽ എന്ന് പറയുമ്പോൾ GI, MS, SS എല്ലാ ഐറ്റംസ്. അതായത് കസ്റ്റമറിന് വേണ്ടിയുള്ള കസ്റ്റമൈസ് ചെയ്ത ഡിസൈൻസ്. അതായത് അവര് ഒരു ഡിസൈൻ കൊണ്ടുവരെ അല്ലെങ്കിൽ അവർക്ക് ഒരു ആശയം കൊണ്ടുവന്നു നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കി കൊണ്ടെടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവർ ഏത് ഡിസൈൻ ആണോ അവർ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. സാധാരണ CNC കട്ട് ചെയ്തുള്ള ഒരു ഐറ്റംസുകൾ ഷോപ്പില് റെഡി ആയിട്ട് കിട്ടും. പക്ഷെ അത് ഒത്തിരി ഉണ്ടാവും. ഇത് സ്വന്തം പാറ്റേണിൽ തന്നെ ഒരു വീടിന് ഒരു ഐഡന്റിറ്റി പാറ്റേൺ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇതെന്താണ് കൊള്ളാല? എന്താണ് ഇത്? മൾട്ടിവുഡ് ആണ്. മൾട്ടിവുഡ് ഫുൾ ആയിട്ട് നമ്മൾ 3D ചെയ്തേക്കുക. 8x4 സൈസിൽ ഫുൾ ആയിട്ട് 3D ചെയ്തേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മാത്രം ഉണ്ടാവുള്ളൂ ഈ ഒരു പാറ്റേൺ. അതെ അതെ, ഇതിപ്പം കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ചെയ്ത് 3D ചെയ്തെടുത്ത നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഡിസൈൻ ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ. ഇതിന് മെറ്റൽ കോട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്തെങ്കിലേ കോപ്പർ ഫിനിഷ് പെയിന്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് വുഡിൽ ചെയ്യണത് അല്ലേ? അതെ. ഇതിപ്പോ ഏത് ഡിസൈൻ വേണമെങ്കിലും വുഡിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ വുഡ് നമ്മൾ ടോപ്പിൽ നിന്ന് ഒരു 8 mm ഡെപ്തിൽ എൻഗ്രേവ് ചെയ്തേക്കുന്നതാണ്. ഇത് കൊള്ളാം. ഇത് എന്ത് വർക്കിന് വരുന്നത്? പാനലിംഗ്, പാർട്ടീഷൻ, അങ്ങനെയുള്ള ഇന്റീരിയറിന് വേണ്ടിയുള്ള ഡോറിനൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റും. ഡോറിനൊക്കെ ഇത് സെൻട്രൽ ഡിസൈൻ ആയിട്ട് വെക്കും. ഓക്കെ. ഇപ്പൊ ഏത് പാറ്റേൺ ആയാലും കുഴപ്പമില്ലല്ലേ? അതിന്റെ അവേർലി വരുന്ന ഒരു ചാർജിങ് മാത്രമാണ് വരുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. മരത്തിൽ കൂടാതെ HDF ഷീറ്റിലും അതുപോലെ തന്നെ PVC ഷീറ്റിലും പാനൽ വർക്കിന്റെ ഡീറ്റെയിൽ കർവിംഗ് വർക്കുള്ള പാനൽ വർക്കുകളും ഇവിടെ CNC കട്ടിങ്ങിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ താല്പര്യം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ഡിസൈൻസും, അതായത് നമുക്ക് യുണീക്ക് ഡിസൈൻ വേണമെങ്കിൽ ആ ഡിസൈൻ പോലും ഇവർക്കത് ചെയ്തു തരാൻ പറ്റും. മെറ്റീരിയൽസ് നമ്മളിവിടെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് മെറ്റീരിയൽസ് ഉണ്ടാവും, അത് നമ്മൾ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ PVCയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കർവിങ് ഡിസൈൻ വർക്കുകൾ, അത് കൈവച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വർക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതും ഇത് വർക്കിംഗ് അവേഴ്സ് അനുസരിച്ചാണ് ഇതിന്റെ ചാർജസ് വരുന്നത്. ഒരു കൃത്യമായിട്ടൊരു ചാർജ് അല്ല. എന്ത് വന്നാലും നമുക്കൊരു യുണീക്ക് പാറ്റേൺ ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ വന്ന് വളരെ ഉപകാരപ്പെടും. സ്റ്റെയിൻലെസ് സ്റ്റീൽ, MS, GA എന്നീ ഷീറ്റുകളിൽ വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാർവിംഗ് വർക്കുകൾ, ഇൻലേ വർക്കുകൾ, ഡിസൈൻ, അതുപോലെ എംബ്ലംസുകൾ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഗേറ്റിന് വേണ്ടിയുള്ള പാറ്റേൺസ്, ഇതുപോലെ GA ഷീറ്റിൽ നിന്ന് ഒരു സിംഗിൾ ഷീറ്റ്, അതായത് കട്ടിങ് ജോയിന്റ്സ് ഇല്ലാത്ത ഇങ്ങനെ ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഗേറ്റിനൊക്കെ ഒരു യൂണിക് പാറ്റേൺസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മളുടെ ആയിട്ട് തന്നെ ഡിസൈൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീടിന് മാത്രം ഒരു പാറ്റേൺ ആയിരിക്കും. അല്ലെങ്കിൽ സാധാരണ ഷോപ്പിൽ കിട്ടുന്ന പാറ്റേൺ ആണെങ്കിൽ അത് എല്ലായിടത്തും ഉള്ള ഒരു പാറ്റേൺ ആയിരിക്കും. നമ്മളുടെ വീടിനോട് ചേർന്നൊരു പാറ്റേൺ നമ്മൾ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഗേറ്റിനൊക്കെ ഇങ്ങനെ ഗ്രില്ലിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇവരുടെ കയ്യിൽ തന്നെ ഒത്തിരി ഡിസൈൻസ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഡിസൈൻസ് ഏതെങ്കിലും പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പിക്ചർ കൊണ്ടുവന്നാലും ആ പിക്ചറിനെ ബേസ് ചെയ്ത് ഇവർക്ക് അത് കോറൽ ഡ്രോയിങ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവർക്ക് അതിന് ഡ്രോയിങ് സെക്ഷൻ ഉണ്ട്. ആ ഡ്രോയിങ് സെക്ഷനിൽ നമുക്ക് ആ ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ലോഗോസ്, എംബ്ലംസ്, ഡിവോഷണൽ ആയിട്ടുള്ള ഒരു സൈൻസ് ഇതെല്ലാം മെറ്റലിൽ ചെയ്യാൻ പറ്റും. സൈഡ് കവറിങ് ചെയ്തിട്ടുള്ള മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്തിട്ടുള്ള മെറ്റലിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ട്രീയുടെ ഒരു
സ്കെൽട്ടൺ ഫ്രെയിമിംഗ് പോലുള്ള പാറ്റേൺസ് നമുക്കവിടെ എടുക്കാൻ പറ്റും. അത് വാൾ ഇന്റീരിയർ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് പെടും. ഇന്റീരിയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ട് വരുന്ന ചിഹ്നങ്ങളും അതുപോലെ പ്രാർത്ഥന രീതികളുടെ സൈനുകളും എല്ലാം വളരെ മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന മിഷൻ പോലും ഇവിടെ ഉണ്ട്. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുന്നുണ്ട്, GI ചെയ്യുന്നുണ്ട്, ബ്രാസിലും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ലെറ്റേഴ്സാണ്, അറബിക് ലെറ്റേഴ്സാണ്. ഇതൊക്കെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു വർക്കുകളാണ്. അത് കൃത്യമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് കൊള്ളാല്ല. ഇതെന്ത് മെറ്റീരിയൽ വെച്ചാൽ ചെയ്തേക്കണത്? ഇത് നമ്മൾ WPC എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. WPC ഇത്രയും തിക്നെസ്സിൽ കിട്ടുമോ? അത് നമുക്ക് 1 ഇഞ്ച് വരെയാണ് മെറ്റീരിയൽ ഉള്ളത്. നമ്മളത് ഇത്രയും പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു 2 ലെയർ ആയിട്ട് ഒട്ടിച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. കൊള്ളാല്ല. ക്രൈസ്റ്റിന്റെ നല്ലൊരു ഇത് മരത്തിൽ കൊത്തണമെങ്കിൽ എത്ര കഷ്ടപ്പാടാണ്, ടൈം എടുക്കും. ഇതെങ്ങനെ എത്ര ടൈം എടുക്കും? ഇതെങ്ങനെ ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് 3D ചെയ്തിട്ട് അതിന് മെഷീനിലേക്ക് കയറ്റുകയാണ്. കയറ്റി കഴിയുമ്പോഴത്തേക്കിന് അത് മെഷീനിങ് ടൈം വെച്ചാല് ഒരു 6 hours 10 hours ഒക്കെയാണ് അതിന്റെ വർക്കിംഗ് ടൈം വരുന്നത്. ഇതിനിപ്പോ പെയിന്റിങ് അല്ലെങ്കിൽ വുഡൻ ഫിനിഷിംഗിൽ പോളിഷിംഗ് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അതെ. ഇനി അത് പെയിന്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈക്കൊക്കെ ചെയ്തിട്ട് ഡീറ്റെയിലിംഗ്. ഇതിപ്പോ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല, ആയിട്ടില്ല. കൊള്ളാം. ഇതെങ്ങനെ എന്റെ അവേർലി ചാർജ് വരുന്നത്? അതെ. മണിക്കൂർ നമ്മള് 600 രൂപയാണ് ചാർജ്. 600 രൂപയാണ് മണിക്കൂറിൽ വരുന്നത് അല്ലേ? അതെ. സംഭവം കൊള്ളാം. ഇത് കുത്തിയെടുക്കണമെങ്കിൽ എത്ര ടൈം എടുക്കും? ഇതിലും കൊള്ളാം. ഇതിപ്പോ ഈ WPC മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് MDF-ലും മൾട്ടിവുഡിലൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ? PVC ബോർഡിലൊക്കെ അതെ. കൊള്ളാം. ഇനി വുഡിൽ തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് ഈ മെഷീനിൽ ചെയ്യാൻ പറ്റും അല്ലെ? ചെയ്യാൻ പറ്റും. മാക്സിമം തിക്നെസ് ഉണ്ടെങ്കിൽ അത്രയും ഡീറ്റെയിൽ. വുഡ് ചെയ്യുമ്പോൾ ഇത്രയും കനത്തിലുള്ള പലക എക്സ്പെൻസീവ് ആണ്. അതാണ് ഒരു പ്രശ്നം. ഇതിലും കൊള്ളാം, ഭംഗിയായിട്ടുണ്ട്. ആ പൂജ യൂണിറ്റിൽ വരുന്നത് ഗണപതി ഇതെല്ലാം വുഡിൽ ചെയ്തേക്കണല്ലേ? വുഡിൽ കെയർ ചെയ്തെടുത്തേക്കണേ. നമ്മൾ ഓഫീസിലേക്ക് വേണ്ടി നമ്മൾ കസ്റ്റം ചെയ്തത്. ഇതിപ്പോ ഒന്നും പോളിഷിങ് ഒന്നും വർക്ക് ചെയ്യാണ്ടുള്ള ഫിനിഷിംഗ് ആണ് കിടക്കുന്നത്. അതെ. ആ ഒരു റസ്റ്റിക് ഫിനിഷിംഗിലാണ് വന്നേക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഇത് എത്ര വലിപ്പമുള്ളതായാലും നമുക്കൊരു ചെയ്യാൻ പറ്റും. വെഡിങ് ഗിഫ്റ്റോ അല്ലെങ്കിൽ മെമ്മറിക്ക് വേണ്ടിയുള്ള ചെറിയ ചെപ്പുകളോ അല്ലെങ്കിൽ റിങ്സ്, വെഡിങ് റിങ്സ് വെക്കുന്ന ഇങ്ങനെയുള്ള പല ഓർണമെന്റ്സ് വെക്കാൻ പറ്റിയ ചെപ്പുകൾ അതില് വുഡിൽ വരുന്നത്. അതിനകത്ത് കാർവിംഗ് വർക്ക്, പേരുകൾ അതിനകത്ത് ഇൻലേ ചെയ്തിട്ടുള്ള ബേൺ ചെയ്ത് ഇൻലേ ചെയ്തേക്കുന്നതിന് അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. പൂജാ റൂമിന്റെ ഡോറിന് വേണ്ടിയുള്ള പാറ്റേൺസ്, അത് വുഡ് വേണ്ട, ലാമിനേറ്റഡ് ആണെങ്കിൽ പ്ലൈവുഡിൽ ലാമിനേഷൻ ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഡിസൈൻ ചെയ്തിട്ട് CNC കട്ടിങ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. സമയവും ലാഭമാണ്. വളരെ ഭംഗിയായിരിക്കും. അതായത് മൈന്യൂട്ട് ഡിസൈൻസ് പോലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ലാമിനേഷൻ ചെയ്തേക്കുന്ന കാരണം പിന്നീട് അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ ഷീറ്റും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ബോത്ത് സൈഡ് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. വീടിന്റെ പേര് അല്ലെ വീടിന്റെ മുന്നിൽ വെക്കുന്ന പേരൊക്കെ എല്ലാം നമുക്ക് വുഡിലോ അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഷീറ്റിലോ മെറ്റലിലോ എല്ലാം നമുക്ക് ഇൻക്രേവ് ചെയ്തിട്ട് അതിൽ ലെറ്റേഴ്സും പേരുകളൊക്കെ ഇൻക്രേവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയാണത്. അതിൽ 2 ബ്ലാക്ക് ഷെയ്ഡിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ലുക്കായിരിക്കും. എവർ ലാസ്റ്റിങ്ങുമാണ് അത്തരം ഷെയ്ഡുകളെല്ലാം. ഇതെല്ലാം കണ്ട് ശീലിച്ച ഒരു മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായി വേണ്ട ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരമാണ്. അത് മെറ്റലിലും അതായത് ഷീറ്റിലും GI ഷീറ്റിലും ഇതുപോലെ ഇൻക്രേവ് മാത്രമല്ല ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത് പോലും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഓരോ ലെറ്റേഴ്സും മെറ്റൽ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അത് വളരെ ലാസ്റ്റ് ചെയ്തൊരു മോഡലാണിത്. ഒരു ആന്റിക് ഫിനിഷിങ് വരുന്ന രീതിയിലുള്ള വളരെ ഭംഗിയാണത്. അത് എത്ര നാൾ കഴിഞ്ഞാലും അതിന്റെ ആ ഭംഗി നിലനിൽക്കുന്നത്. ഇതൊരു ലാമിനേറ്റഡ് HDF ഷീറ്റിലാണ് ഇത് ഇൻക്രേവ് ചെയ്തേക്കുന്നത്. വുഡൻ ലാമിനേറ്റഡ് ഷീറ്റ് ഒട്ടിച്ചേക്കണ കാരണം പുറമെ നമുക്ക് ലാമിനേറ്റഡ് ഫിനിഷിംഗ് കിട്ടും. ഡെപ്തിൽ വരുന്നത് HDF ഷീറ്റ് ആണ്. മൈന്യൂട്ടായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ബോട്ടിൽസിലൊക്കെ ബ്രാൻഡ് നെയിം ഒക്കെ മാർക്ക് ചെയ്യാറുണ്ട്. പ്രിന്റിംഗ് അല്ലല്ലേ? പ്രിന്റിംഗ് അല്ല, ഇത് ലേസർ മാർക്കിംഗ് ആണ്. മാർക്കിംഗ് ആണ്. അപ്പൊ ഒരു കാലത്ത് ഇതൊന്നും പോവില്ല. ഇല്ല, പോവില്ല.
ഇതിന് അക്കർലിക് ഷീറ്റ് എല്ലാം കട്ട് ചെയ്യുന്ന മെഷീനാണുള്ളത്. അതെ അതെ, ഇത് അക്കലിക്ക് കെട്ടുന്ന മെഷീനാണ്. ഇത് അക്കലിക്ക് മാത്രമല്ല, നമ്മൾ വിനീർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെറിയ ചെറിയ തിക്നെസ് പറഞ്ഞ വുഡൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതിൽ. തിക്നെസ് പറഞ്ഞ വുഡ് എല്ലാം കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കട്ടിങ് മാത്രമല്ല എൻഗ്രേവിംഗ് ചെയ്യാൻ പറ്റും. അതായത് ഫേസുകളെ, ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ എൻഗ്രേവിൽ എടുക്കാൻ പറ്റും. ഈ പടം, ഈ പിക്ചറൊക്കെ ഈ നമ്മൾ ഈ വിനിയർ ഷീറ്റിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. വിനീർ മാത്രമല്ല, നമുക്ക് വുഡിലും ചെയ്യാൻ പറ്റും. വുഡിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വേസിൽ എൻഗ്രേവ് ചെയ്യാൻ പറ്റും. ഈ മെഷീനിൽ മാക്സിമം 4 അടി വീതി, 4 അടി നീളം, ഈ സൈസിലുള്ള ഷീറ്റ് പോലും ഇതുപോലെ ഇൻക്രേവ് ചെയ്ത്, അതായത് പ്രിന്റിങ്ങിനോട് തുല്യമായിട്ടുള്ള ഒരു ഇൻക്രേവ് ചെയ്യുന്ന ഒരു മോഡൽസ് ആണ്. ഏത് പിക്ചർ ആയാലും കുറച്ച് ക്വാളിറ്റി HD ക്വാളിറ്റിയുള്ള പിക്ചർ ആണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. CNC കട്ടിങ്ങിൽ എല്ലാ ഐറ്റംസ്, അതുപോലെ മെറ്റൽ, വുഡ്, അതുപോലെ അക്കർലിക്കില് ഇന്ന് വേണ്ട സ്റ്റോണിന് പോലും ചെയ്യാൻ പറ്റാവുന്ന ഡിസൈൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ഇവിടെ ചെയ്യാൻ പറ്റും. CNC കട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റ് ചെയ്യുക. എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ബൈ.